ചെങ്കള ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഗ്യാസ് ഏജൻസിയും ഒരു സംഘടനയും കൂടി നടത്തുന്ന സൗജന്യ മസ്റ്ററിങ്. നമ്മുടെ ഗ്യാസിൻ്റെയൊക്കെ ഇപ്പോൾ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഈ മസ്റ്ററിങ് എന്ന് പറയുന്നൊരു സംഭവം. അപ്പോൾ അത് നമുക്ക് ഗ്യാസ് ഏജൻസിയിൽ പോയി ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഒരു സംഘടന നടത്തുന്ന ഒരു ഇതിലേക്കാണ് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത്. ചേട്ടാ നമസ്കാരം. ഈ മസ്റ്ററിങ്ങായിട്ട് ബന്ധപ്പെട്ട അല്ലുവാണോ? ഞാൻ അതിൻ്റെ സെക്രട്ടറി ആണല്ലേ. അപ്പോൾ നമ്മളിത് ഏതെങ്കിലും സംഘടന ബേസിൽ നടത്തുന്ന ഒരു പരിപാടിയാണ്? ഇത് എട്രാക്ക് എന്ന് പറഞ്ഞ സംഘടനയാണ്. അതായത് ഓൾ കേരള റെസിഡൻസ് അസോസിയേഷനിൽ കൂട്ടായ്മ എട്രാക്ക് എന്ന് പറഞ്ഞാൽ അപ്പോൾ എറണാകുളം ജില്ലാ കമ്മിറ്റിൻ്റെ എട്രാക്കിൻ്റെ എൻ്റെ കീഴിൽ ഞങ്ങൾ ശ്രീമൂലരം മേഖലാ കമ്മിറ്റി. അപ്പോൾ അതിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ അസോസിയേഷനിൽ 20 അസോസിയേഷൻ ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി വെച്ചാണ്. പക്ഷേ എല്ലാ ആളുകൾക്കും പങ്കെടുക്കാം. ഇപ്പോൾ 100 പേര് പങ്കെടുത്ത് കഴിഞ്ഞത്. ഇപ്പം ഞങ്ങൾ ചെയ്യണത് എല്ലാ അസോസിയേഷനിലും പോയി ചെയ്യാന്നുള്ളത്. അപ്പോൾ ആ അസോസിയേഷനിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള ആളുകൾക്ക് മുഴുവൻ വരാം. എല്ലാവർക്കും വരാം. അസോസിയേഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വരാം. നിലവിൽ നമുക്ക് ഒരുപാട് പേര് ഈ വയസ്സായവരൊക്കെ നമ്മൾ ഏജൻസി പോയി ചെയ്യലൊരു പ്രാവർത്തികമാണെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സംഘടന നമുക്ക് ചെയ്യുന്നത് ഒരു നല്ല കാര്യമായിട്ടാണ് നമുക്ക് തോന്നിയത്. തീർച്ചയായിട്ടും. അപ്പോൾ ഇവിടെ വരുന്ന ആളുകളൊക്കെ ഒരു സത്യം പറഞ്ഞാൽ ഭയങ്കര വയസ്സായ ആളുകളൊക്കെയാണ്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ ഒരു സംഘടന. അപ്പോൾ നമ്മൾ ആ ഭാഗത്ത് ചെന്നിട്ട് ചെയ്യാനുള്ള ഇതിൽ ചെയ്യണം. ഇപ്പോൾ 21, 24 ഒരു അസോസിയേഷനിൽ വെച്ചാൽ ഞങ്ങൾ 25, 26 വേറെ അസോസിയേഷനിൽ, 27 വേറെ അസോസിയേഷനിൽ, ഞങ്ങളുടെ കീഴിൽ തന്നെ 20 അസോസിയേഷൻ ഉണ്ട്. അപ്പോൾ എല്ലാ അസോസിയേഷനിലും ചെന്നിട്ട് അവിടെ ആ മേഖലയിൽ വെക്കാൻ ഉദ്ദേശിക്കും. അപ്പോൾ ഇതായത് തീരുന്നവരെ ഞങ്ങൾ കണ്ടിന്യൂസ് പുറകേണ്ടാവില്ല. ഇതിപ്പോൾ ഏത് ഏജൻസിയാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതിപ്പോൾ ഇന്ത്യൻ്റെ പൃഥ്വി എന്ന് പറഞ്ഞ ഇതാണ് ഞങ്ങൾ പൃഥ്വി ഏജൻസിയുടെ ചെയ്യുന്നത്. ഇനി ബിന്ദു അതുപോലെ ഭാരത് എല്ലാത്തിൻ്റെ വെക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട് ഞങ്ങൾ. എന്തായാലും നമ്മൾ പൊതുജനത്തിന്റെ ഒരു വിഷയമുള്ളൂ. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് എട്രാക്ക് ഇറങ്ങിയിരിക്കുകയാണ്. കാരണം ഇത് നിർബന്ധമാണ്. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പേര് വയസ്സായവരുടെ പേരിലൊക്കെ കൺസേൺ എടുത്ത ഒരുപാട് പേരുണ്ട്. എപ്പോഴും അത് മിസ്യൂസ് ചെയ്യുന്ന ആൾക്കാർ. അത് ഇല്ലാതാക്കാൻ വേണ്ടി ഗവൺമെന്റ് എടുത്ത ഒരു തീരുമാനമാണ്. പക്ഷെ അത് ജനങ്ങളിലേക്ക് നമുക്ക് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം വന്ന ഒരു ആധാറിന്റെ ഒരു അപ്ഡേഷൻ വന്നു. അതിലും ഇതുപോലെ ജനങ്ങൾ ഒരുപാട് ഇടങ്ങേറായിരുന്നു. അപ്പൊ അതിന് ഇതുപോലെ സംഘടനകൾ ചെയ്തിരുന്നു. അപ്പൊ അതൊക്കെ ജനങ്ങൾക്ക് ഒരു നല്ലൊരു കാര്യമാണ്. അപ്പൊ ഞങ്ങൾ മാത്രമല്ല എല്ലാവരും ഇതുപോലുള്ള സംരംഭമായിട്ട് ഇറങ്ങണം എന്ന് എനിക്ക് പറയാനുള്ളത്. നമ്മളെ കൊണ്ട് മാത്രം കൂട്ടിയെ കൂടുന്നതല്ല. ഇത്രയധികം ആളുകളുണ്ട് കേരളത്തിലും. അതുപോലെ തന്നെ നമ്മളിപ്പോ കേരളത്തിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. എല്ലാ ഏജൻസിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ നാട്ടിലുള്ള ആൾക്കാർ ഇത് ഏറ്റെടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അതെ. ഇപ്പൊ നമ്മൾ അണ്ണാൻകുഞ്ഞൻ തന്നാലായി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നു. പക്ഷെ അത്ര ലക്ഷക്കണക്കിന് ആൾക്കാരാണ്. സത്യം പറഞ്ഞാൽ എല്ലാ സംഘടനകളും ഇതിനുവേണ്ടി ഇറങ്ങണം, എന്നാലേ തീരുള്ളൂ. അല്ല, പക്ഷേ സംഘടനകൾ ഇറങ്ങണമെന്ന് വെച്ചാൽ ഒരാൾ നേതൃത്വം ഇല്ലെങ്കിൽ ഒരു സ്ഥലത്തും നടക്കില്ല. അതിന്റെ കൂടെ പ്രവർത്തിക്കണമല്ലോ. അതൊരു നല്ല കാര്യമായിട്ടാണ് നമുക്ക് തോന്നിയത്. എല്ലാവർക്കും പല പല പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഇതിനേക്ക് ആ ടൈം കണ്ടെത്തുന്നത്. ജോലിയൊക്കെ മാറ്റി വെച്ചിട്ട്. അല്ല, നമ്മൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണോ അതിൽ ഇടപെടുക എന്നുള്ളതാണ് എപ്പോഴും ഉദ്ദേശിക്കുന്നത്. ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള സംഘടനകൾ വേണ്ടത്. ഈ മസ്റ്ററിങ്ങിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? മസ്റ്ററിനെ കുറിച്ച് ഇത് നല്ലൊരു ഏർപ്പാടായിട്ടാണ് എനിക്ക് പറയാനുള്ളത്. സിലിണ്ടറിന്റെ വിതരണങ്ങളെല്ലാം എളുപ്പമായി കിട്ടാനും കുറ്റവാളികളാകാനും ഇത് ഏറ്റവും നല്ലൊരു. ഒരുപാട് വയസ്സായവർക്കൊക്കെ നമുക്ക് മസ്റ്ററിങ് ചെയ്യാനായിട്ട് ഏജൻസിയിലൊക്കെ പോകാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വന്ന് ഇത് സൗകര്യപ്രദമാണ്. അതും സൗജന്യമായിട്ടാണ് ഇവർ ആ ഒരു വേറെ മുതൽ മുടക്കും ഇല്ലാതെ എല്ലാം ഇവർക്ക് സൗജന്യമായിട്ട് ചെയ്ത് കിട്ടുന്നുമുണ്ട്. വളരെ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ചേച്ചി ഈ സംഘടനയിൽപ്പെട്ട ആളാണെന്ന് തോന്നുന്നല്ലോ. നിങ്ങൾ ഇതുപോലത്തെ വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ടോ? എന്താണ്? ഞങ്ങൾ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നുണ്ട്. പിന്നെ ഈ യുവാക്കൾക്ക് വേണ്ടിയുള്ള കൗൺസിലിംഗ് ക്ലാസ് ഒക്കെ നടത്തുന്നുണ്ട്. അതൊക്കെ സക്സസ് ആയിട്ട് വരുന്നുണ്ട്. ഈ ആത്മഹത്യ പ്രവണതയൊക്കെ വരുന്ന കാരണം അതിനൊപ്പം ഒരു മോട്ടിവേഷൻ ക്ലാസ് വെക്കുന്നുണ്ട് ഞങ്ങള്. കാരണം ഈ ഒരു സംഘടന നമ്മുടെ നാട്ടിലൊക്കെ രൂപീകരിക്കുമ്പോൾ അപ്പോൾ അതിലൂടെ കിട്ടുന്ന മറ്റുള്ളവർക്ക് കിട്ടുന്ന മെച്ചങ്ങൾ അത് ഒരു ഇത് തന്നെയാണ്, നേട്ടം തന്നെയാണ്. അപ്പോൾ അതിൽ പ്രവർത്തിക്കണ നിങ്ങളെപ്പോലുള്ളവർ ഇനിയും ഉണ്ടാവട്ടെ. ഓക്കെ ചേട്ടാ, മസ്റ്ററിങ് കഴിഞ്ഞു വന്നാണോ? കഴിഞ്ഞത്. ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അല്ല, ഇത് നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം ഒരുപാട് തിരക്കുള്ള ദിവസമാണ് ഞായറാഴ്ച. അതുപോലും മാറ്റി വെച്ചിട്ടുണ്ട്. ജനം ഇതിനു വേണ്ടി വന്നതും ഇതിനു വേണ്ടി എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്തു കൊടുത്താൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പേര് മസ്റ്ററിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുണ്ട്. പക്ഷേ ഏജൻസി പോയി ചെയ്യൽ പ്രായമായവർക്ക് ചിലപ്പോൾ അത് അസൗകര്യമായിരിക്കും. പക്ഷേ ഏതായാലും നല്ലൊരു കാര്യം തന്നെയാണ്. എനിക്കെന്നല്ല, പ്രായക്കാരാണ് കൂടുതൽ ഒരു ബെനിഫിറ്റ് കിട്ടിയാണ്. അപ്പോൾ ഏതായാലും ഇനിയും ഇങ്ങനത്തെ സംരംഭങ്ങൾക്ക് ഇങ്ങനത്തെ സംഘടനകൾ ഉണ്ടാവണം എന്നാണ് എനിക്ക് ഈ അവസ്ഥയിൽ ഈ വേളയിൽ പറയാനുള്ളത്. ഓക്കെ ചേട്ടാ, ഇന്ന് ഇവർ സംഘടിപ്പിച്ച ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇതുപോലെയുള്ള പരിപാടികളായിട്ട് മുന്നിട്ടിറങ്ങില്ല. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ഈ നമ്മുടെ റെസിഡൻറ്റ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലുള്ള
വീട്ടുകാരുടെയും ഇല്ലെങ്കിൽ ആ അയൽവക്കത്തിൻ്റെ കൂട്ടായ്മയിലുണ്ടായ സംഘടന. അപ്പോൾ ഈ സംഘടനയിൽ ഇവർക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് ഈ സംഘടനയുടെ മെയിൻ കർത്തവ്യം. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ നല്ല കാര്യമാണ്. അതൊന്ന്. അതിനുപരിയായിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉപഭോക്താക്കൾ അല്ലെങ്കിൽ സ്ത്രീകളായിരിക്കും ഇതിൻ്റെ ഈ പറഞ്ഞ ഈ ഗ്യാസിൻ്റെ അവർക്കുടെ പേരിലായിരിക്കും ഈ ഗ്യാസ്. അവരെ സംബന്ധിച്ചിടത്തോളം അങ്കമാലിയിലും ഈ ആലുവ പോലുള്ള സ്ഥലങ്ങളിൽ ഇത് അന്വേഷിച്ച് ചെന്ന് ഇത് കണ്ടെത്തി ഇല്ലെങ്കിൽ കൂടെ ഒരാളെ കൂട്ടി പോകുമ്പോൾ വരുന്ന ഭാരിച്ച ചിലവും അതുപോലെ തന്നെ സമയനഷ്ടവും ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് വളരെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഉപകാരപ്രദമായ രീതിയിൽ തന്നെ ഇത് ചെയ്യാനായിട്ട് ഈ അസോസിയേഷന് ഇല്ലെങ്കിൽ ഈ ഹെഡ്രാക്കിന് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ എൻ്റെ ഒരു പ്രത്യേക നന്ദി അതിനെ ഞാൻ രേഖപ്പെടുത്താണ്. അപ്പോൾ ചങ്കളെ ഇതുപോലെ നിങ്ങളുടെ നാട്ടിലും ഈ സൗകര്യങ്ങൾ ജനങ്ങൾക്ക് ചെയ്തു കൊടുത്താൽ ഒരുപാട് പേർക്ക് അത് ഉപകാരപ്പെട്ടേക്കാം. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകളുമായി ഇനിയും നമുക്ക് കാണാം.